തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യാർ ഡാമിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇവിടേക്ക് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് ഉണ്ട്. 10 രൂപയാണ് ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ ഒരു ദിവസം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്പോട്ടാണ് നെയ്യാർ ഡാം. ഇവിടെ ഒരു ഗ്രാവിറ്റി അണക്കെട്ടും അതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക്, അതുപോലെ തന്നെ ശുദ്ധജല അക്വേറിയം, അതുപോലെ തന്നെ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലയൺ സഫാരി പാർക്ക്, ഡിയർ പാർക്ക്, മുതല വളർത്തൽ കേന്ദ്രം ഒക്കെ ഇവിടെയുണ്ട്. ലയൺ സഫാരി പാർക്ക് പക്ഷേ ഇപ്പോൾ അടച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ബോട്ട് സർവീസും അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പോയ ദിവസം ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം തുറന്നൊരു ദിവസമായിരുന്നു. അപ്പം നല്ലൊരു അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ ക്ലോക്ക് ടവറൊക്കെ ഉണ്ട്. അതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഡാം റിസർവോയറിൻ്റെ ഒരു ഏരിയൽ വ്യൂ ഒക്കെ കാണാൻ പറ്റും. നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാനുള്ളത്. മുന്നേ പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് വരാൻ പറ്റിയൊരു സ്പോട്ടല്ല. എന്നിരുന്നാലും കുറച്ച് സമാധാനമായി ഇരിക്കാൻ ഒരിടം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്. അതിനൊക്കെ 750 രൂപ 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെയാണ് ചാർജ് വരുന്നത്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും ബാക്കിയുള്ളതൊക്കെ ആയിട്ടുള്ള പാർക്കുകൾ, അതുപോലെ തന്നെ നല്ല അടിപൊളി സ്പോട്ടുകളൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.